നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയായ ബേബി ഗേൾ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഒരു ഒറ്റ ദിവസം നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും 3 ദിവസം പ്രായമായ ഒരു കുട്ടി മിസ്സിംഗ് ആവുകയാണ്. നിവിൻ പോളി അവതരിപ്പിക്കുന്ന സനൽ എന്ന കഥാപാത്രം ആ ഹോസ്പിറ്റലിലെ അറ്റൻഡറാണ്. അപ്പോൾ ഇതിന്റെ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു സിറ്റുവേഷനിൽ ഈ കേസ് നിവിൻ പോളിയിലേക്ക് തിരിയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിവിൻ പോളിയും പാരലായിട്ട് ഈ കേസ് അന്വേഷിച്ച് പോകുന്നുണ്ട്. അരുൺ വർമ്മയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇതിനു മുമ്പത്തെ സിനിമ ഗരുഡനും എനിക്കൊരു ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ഭയങ്കര ഒരു സിനിമയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും എക്സ്ട്രാ ഓർഡിനറി ഫിലിം എന്ന് പറയാനായിട്ട് ഉള്ളതൊന്നും തോന്നിയില്ല. ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലറായിട്ട് തന്നെയാണ് ബേബി ഗേളും പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത് ബോബി സഞ്ജയാണ്. ഒരുപാട് കിടിലൻ സിനിമകളൊക്കെ ചെയ്ത ടീമാണ്. അപ്പോൾ അവര് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അവരുടെ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ എത്തിയില്ല. സിനിമ മൊത്തത്തിൽ 2.5 മണിക്കൂറുള്ളൂ. അപ്പോൾ 1 മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ് വന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. ആ ത്രില്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സീറ്റഡ് ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ മോഡലായിട്ടാണ് സിനിമ പോയത്. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സിനിമ കുറച്ചൊന്ന് സ്ലോ ആയി. പിന്നെ കുറച്ച് ഇമോഷനും കാര്യങ്ങളൊക്കെ കൂടി മിക്സ് ആയിട്ട് സിനിമ ഒരു ഡൗൺ ആയ ഒരു അവസ്ഥയായിരുന്നു സെക്കൻഡ് ഹാഫ്. പിന്നെ ക്ലൈമാക്സും എനിക്ക് പേഴ്സണലി അത്ര ഡൈജസ്റ്റ് ആയില്ല. ക്ലൈമാക്സ് ശരിക്കും ഒരു ഇമോഷണൽ ക്ലൈമാക്സ് ആയി മാറി. നമ്മൾ ലോജിക്ക് നോക്കുമ്പോൾ ഈ ക്ലൈമാക്സ് ഓക്കെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര ഡൈജസ്റ്റ് ആയില്ല ഈ ക്ലൈമാക്സ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഒരു ത്രില്ലർ സിനിമയാണെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവം സിനിമയിൽ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് സിനിമയിൽ ഓരോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഇതിലെ സ്ക്രീൻ പ്ലേ ആയാലും കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി. ഒരു പുതുമ ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിവിൻ പോളിയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വന്നത്. നിവിൻ പോളിക്ക് അഭിനയിച്ച് തകർക്കാനുള്ള സീക്വൻസും കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ജസ്റ്റ് ആ ഒരു ക്യാരക്ടറായിട്ട് നോർമലായിട്ട് ചെയ്തെന്നുള്ളൂ. പിന്നെ കുറച്ച് സീരിയസ് സിറ്റുവേഷനിലും പുള്ളിയുടെ ഒരു ആക്ടിങ് മെത്തേഡ് ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഒരു അടിപൊളി പെർഫോമൻസ് എന്ന് പറയാനായിട്ട് സംഗീത് പ്രതാപിന്റെ ആണ്. പുള്ളിനെ നമ്മൾ കോമഡി റോളുകളിലാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് ഇമോഷണലി സീരിയസ് ആയിട്ടുള്ള റോളാണ്. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലിജോ മോള് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിന്റെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് അഭിമന്യു ഷമി തെലുങ്കനാണ്. പുള്ളിയാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായിട്ട് വന്നത്. പുള്ളിയുടെ റോളും ഓക്കെ ആയിരുന്നു. പുള്ളി ആ യൂണിഫോമും കാര്യങ്ങളിലൊക്കെ നല്ല ലുക്കാണ്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് കുറച്ചൊന്ന് സ്റ്റിഫായ പോലെ തോന്നി. പിന്നെ ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളായിരുന്നു. ആ ഒരു ത്രില്ലർ മോഡിൽ സിനിമ പോകുമ്പോൾ മ്യൂസിക് കുറച്ചും കൂടി ഓരോ സീക്വൻസിനെയും എലിവേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് സിനിമയുടെ കട്ട്സ് ആണ്. ഷൈജിത് കുമാറിനാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സീക്വൻസ് ആണെങ്കിലും ഒരുപാട് കട്ട്സ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ത്രില്ലർ മോഡ് കീപ്പ് ചെയ്യാനായിട്ട് ഈ കട്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഫൈസ് സിദ്ദീഖാണ്. സിനിമാറ്റോഗ്രാഫിയും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഈ സിനിമയുടെ വിഷ്വൽസ് ആയാലും അതിന്റെ ക്യാമറ വർക്ക് ആയാലും ഭയങ്കര ഒരു നോർമലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ജനറിക് ആയിട്ടാണ് തോന്നിയത്. സിനിമയുടെ വിഷ്വലൈസേഷൻ നല്ല രീതിയിൽ വന്നാലാണ് നമുക്ക് ആ ത്രില്ല് അത് ശരിക്കും അത് കാണുന്നവർക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് ബേബി ഗേൾ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.